വല്ലസരി പഴയ കാലത്തൊക്കെ 7 ദിവസം ഒരൊറ്റ സൂറത്ത് കൊണ്ട് വഅദ് പറയാറുണ്ടായിരുന്നു. ഈ വല്ലസരി തന്നെ 7 ദിവസം വഅദ് പറയും. വല്ലസരി കാലത്തിനെ തന്നെയാണ് സത്യം ഒരു തഫ്സീർ. മറ്റൊരു തഫ്സീർ വൽ അസ്രി, അസറിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ സൂര്യൻ നിൽക്കുന്ന സ്ഥലം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ സൂര്യൻ നിൽക്കുന്ന സ്ഥലത്തിനെ തന്നെയാണ് സത്യം. മൂന്നാമത്തെ ഒരു തഫ്സീർ വൽ അസ്രി, അസർ നിസ്കാരത്തിനെയാണ് സത്യം. എന്താണ് റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഏതുകൊണ്ടും സത്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള പരമാധികാരം റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിനുണ്ട്. യഫ്അലു മാ യശാഉ വയഹ്കുമു മാ യുരീദ്. എന്തും ചെയ്യാനും എന്തും വിധിക്കാനും പരമാധികാരമുള്ള റബ്ബാണ്. ആ റബ്ബ് അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് ചിലതിനെ കൊണ്ടെല്ലാം സത്യം ചെയ്യുമ്പോൾ ആ വസ്തുക്കൾക്ക് മറ്റുള്ളതിനൊന്നും ഇല്ലാത്ത എന്തോ ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണും. എന്നാൽ ഒത്തീനി, അത്തിപ്പഴത്തിനെയാണ് സത്യം എന്നുള്ളത്. അതിനൊരുപാട് പ്രത്യേകതകൾ വേറുണ്ട്, എല്ലാം കൂടി പറഞ്ഞാൽ നമുക്ക് സമയം പോകും. എന്നാൽ വൽ അസ്രി, കാലത്തിനെയാണ് സത്യം എന്ന് ഞാൻ ആദ്യം പറഞ്ഞ തഫ്സീർ. എന്താണ് ഈ കാലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരം പുലരുന്നു, അസ്തമിക്കുന്നു, വീണ്ടും പുലരുന്നു, അസ്തമിക്കുന്നു, രാവാകുന്നു, പകലാകുന്നു. ഒരു കാലത്ത് നമ്മൾ കുട്ടികളായിരുന്നു, പിന്നെ യുവാക്കളായി, പിന്നെ വയസ്സന്മാരായി, പിന്നെ മരിച്ച മയ്യത്തായി. ഇതൊക്കെ കാലത്തിൻ്റെ കറക്കം കൊണ്ടാണല്ലോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബിൻ്റെ തഖ്ദീർ പ്രകാരം അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണല്ലോ. അപ്പോൾ കാലത്തിൻ്റെ കറക്കം കൊണ്ടാണ് ലാഹിറിൽ ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് റബ്ബിൻ്റെ തഖ്ദീർ പ്രകാരം. എന്നാൽ ഈ കാലത്തിന് സത്യം ചെയ്തതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വിവരിക്കുന്നു. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരും നോമ്പ് നോൽക്കുന്നവരും സൽക്രമങ്ങളിലേറെ ചെയ്യാൻ താല്പര്യമുള്ളവരും ആണ് തന്നെ. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളുടെ ആ തഖ്വയും ഇബാദത്തും നമ്മളുടെ ഉള്ളിലുള്ള വിശ്വാസവും ചിലപ്പോൾ തകരാറ് സംഭവിച്ചേക്കാം. ഒരു ഉദാഹരണം പറയുക, പിന്നെ വാഴക്കൃഷി നടത്തുന്ന ഒരാൾ, അയാളുടെ ജീവിതമാർഗം കൃഷിയാണ്. ഇപ്പം അയാൾ സാധാരണ എല്ലാ കാലവും വാഴക്കൃഷിയാണ് നടത്താറ്. അങ്ങനെ ഒരു കൊല്ലം അയാളുടെ ഒരുപാട് പ്ലാനുകൾ മുന്നിൽ കണ്ടുകൊണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്, കുട്ടീനെ കെട്ടിക്കാനുണ്ട്, കെട്ടിച്ച കുട്ടിക്ക് പണ്ടം കൊടുക്കേണ്ടതുണ്ട്, വീട് പണി തറയിട്ട് വച്ചിട്ടുണ്ട്, പൂർത്തിയാക്കേണ്ടതുണ്ട്, ഇങ്ങനെ നിരവധി ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അയാളൊരു 100 വാഴത്തൈ വെച്ചു. വാഴ അങ്ങനെ കുട്ടികളെ പോറ്റും പോലെ അതിനങ്ങനെ പോറ്റി വളർത്തി രാവും പകലും രാവിലും വൈകുന്നേരം അതിൻ്റെ അടുത്ത് ചെന്നിങ്ങനെ അതിനെങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വാഴ അങ്ങനെ ഉഷാറായിട്ടിങ്ങനെ തഴച്ച് വളർന്നു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വാഴക്ക് കൊല വന്നപ്പോൾ അയാൾക്ക് അധികം സന്തോഷം. 100 വായും കുഴച്ചോളല്ലോ. അങ്ങനെ അയാൾ നല്ലോണം അതിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം വെട്ടാനായിട്ടുണ്ട്. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ കൊലെല്ലാം വെട്ടാം. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു രാത്രി ഇയാളുടെ മനസ്സിൽ എന്തൊക്കെയോ മനക്കോട്ടകളുണ്ട്. ഇത് വിറ്റിട്ട് വേണം എനിക്ക് എൻ്റെ മകളെ കെട്ടിക്കാൻ, മറ്റേ മകൾക്ക് പണ്ടം കൊടുക്കാൻ, പിന്നെ ഇവിടെ പെരൻ്റെ തറ കുറച്ച് ഉയർത്തി പടുക്കാൻ, എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് രാത്രി ഇയാളിങ്ങനെ ഉറങ്ങുമ്പോൾ നല്ലൊരു കാറ്റും മഴയും വന്നു. കാറ്റ് ശക്തിയായിട്ടാണ്ട് അടിച്ചു. ഇയാൾക്കിങ്ങനെ പേടിയായി, പഠിച്ചോനെ എൻ്റെ വായറ്റ പോകുമോ എന്ന്. ഏതെങ്കിലും ആവട്ടെ, എന്ത് ചെയ്യാനപ്പോൾ രാത്രിയല്ലേ, നേരം വെളുത്താൻ തീരുമാനിക്കും. നേരം വെളുത്തപ്പോൾ ഇയാൾ ചെന്നപ്പോൾ 99 വാഴയും വീടുണ്ട്, ഒരു വായ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാളിങ്ങോട്ട് തകിടം മറിഞ്ഞിട്ട് ഇയാൾ വേഗം വീട്ടുകാണ് പോയിട്ട് നല്ലൊരു കത്തിയിൽ എടുത്തു കൊടുന്നിട്ട് ഇനി ഇല്ലായിട്ട് ഇവിടെ നിൽക്കേണ്ടതാണ്, അതുകൊണ്ട് വെട്ടി. അപ്പം എന്തായി, ഇയാൾ പറയാണ്, പടച്ചോനെ, ഞാൻ ഈ കാലം വരെ എനിക്ക് നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു, ഇങ്ങനെയാണല്ലോ പടച്ചോനെ ഇന്നെ കാട്ടിയത്. പോയി മോമിനിയങ്ങളെ, നമ്മൾ നിസ്കാര ഇബാദത്തൊക്കെ. അള്ളാഹു നമ്മളെ ഈമാൻ കാത്ത് രക്ഷിക്കട്ടെ.
ആ സമയത്ത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അല്ല അപ്പം നമ്മളെ വായിൽ നിന്ന് വരുന്നൊരു വാക്കെന്താണെന്ന് പറയാം, പണ്ടാറം കാറ്റ്, ഒരു കുരുത്തം കെട്ട കൊല്ലം, ഞാനിന്ന് ഈ കൊല്ലം തൊട്ടത് മുഴുവനും നാശത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കാലത്തിന് ഒരുപാട് അങ്ങ് അധിക്ഷേപിക്കും, ആക്ഷേപിക്കും, കുറ്റം പറയും. മഹാനായ നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്ത് നടക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ തഖ്ദീർ കൊണ്ടാണ്. ആയതുകൊണ്ട് ലാ തസുബ്ബുദ്ദഹ്റ, കാലത്തിനെ നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. വല്ലാത്ത ഒരു കുരുത്തം കെട്ട കാലം എന്ന് നിങ്ങൾ പറയരുത്. കാരണം ഫഇന്നല്ലാഹ ഹുവദ്ദഹ്റു, കാലത്തിനെ നിയന്ത്രിക്കുന്നവനും അതിനെ പരിപാലിക്കുന്നവനും അല്ലാഹുവാണ്. ആയതുകൊണ്ട് എന്ത് വേണം പിന്നെ? അപ്പം നമ്മൾ അവിടെയാണ് നമ്മളെ ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ടത്. അതാണ് അബ്ദുൽ ഹവാ യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹ്വത്തിൻ ഔ ഇൻദ സ്വദ്മി ബലിയതി. മനുഷ്യനെ രണ്ടാക്കി അള്ളാഹു വകതിരിച്ചിട്ടുണ്ട്. അബ്ദുൽ ഹവാ, അബ്ദുൽ ശൈത്താൻ. അള്ളാഹുവിൻ്റെ അബ്ദുർ റഹ്മാൻ, അബ്ദുൽ ശൈത്താൻ. അള്ളാഹുവിൻ്റെ അടിമകളും ശൈത്താൻ്റെ അടിമകളും ഉണ്ട് ഈ ദുനിയാവിൽ. അബ്ദുർ റഹ്മാൻ വേർതിരിയൽ എവിടെയാണെന്നറിയോ? ലദാ ശഹ്വത്തിൻ, അവൻ്റെ ശാരീരിക ആഗ്രഹങ്ങൾ, ശാരീരിക ഇച്ഛകൾ പൂർത്തിയാക്കാൻ പറ്റാവുന്ന, കൊള്ളാവുന്ന, സൗകര്യപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇത്തഖില്ലാ വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹാ എന്ന് ആ പുരുഷനോട്, എളാപ്പാൻ്റെ മോനോട് ആ പെണ്ണ് പറഞ്ഞ മാതിരി അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. ആ സമയത്ത് അള്ളാഹുവിനെ പേടിച്ചു കൊണ്ടിട്ട് അതിൽ നിന്ന് മാറി നിന്നാൽ അവൻ അബ്ദുർ റഹ്മാനാകുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടാകൂലേ? ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ വീട്ടാൻ അവസരം ഒത്തിണങ്ങുമ്പോൾ ഹറാമോ ഹലാലോ എന്ന് വകതിരിക്കാതെ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടായേക്കാം. ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അബ്ദുർ റഹ്മാനിൽ പെടുകയില്ല. പിന്നെ പറയുന്ന സ്വദ്മി ബലിയതി, വല്ല ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് വന്നണയുമ്പോൾ അള്ളാഹുവേ ഇതെല്ലാം എൻ്റെ തീരുമാനമാണ്, ഈ ലോകത്ത് ഞങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല നല്ലത് ചെയ്യാനോ വലാ ഖുവത ചീത്തയിൽ നിന്ന് മാറി നിൽക്കാനോ ഞങ്ങൾക്ക് സ്വയമായി സ്വന്തമായി ശേഷിയില്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇസ്മത്ത് കൊണ്ടും മഅൂനത്ത് കൊണ്ടുമല്ലാതെ. ആയതുകൊണ്ട് റബ്ബേ നീ എന്നോട് കൃഷി ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്തു. പക്ഷേ ഞാനല്ലല്ലോ ചെയ്തത്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇവിടെ എന്തുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മശിയത്തെ നടക്കുന്നുള്ളൂ. നമുക്ക് സ്വന്തമായ തീരുമാനങ്ങൾ ഒന്നും തന്നെയില്ല. ആയതുകൊണ്ട് ആ 100 വാഴയും 99 വാഴയും വീണ സമയത്ത് നമ്മൾ എന്താ വേണ്ടത്? നമ്മളെ ഈമാൻ കാത്തു സൂക്ഷിക്കണം. ആ ഈമാൻ സൂക്ഷിക്കേണ്ട ഭാഗം ഏതാണ്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. വഇദാ അസാബതുഹും മുസീബ, ബഹുമാനപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളൊരുപാട് നസീഹത്ത് കേട്ടു. ഞാൻ നിങ്ങളെ പ്രത്യേകം നസീഹത്തിലേക്ക് മാത്രം ശ്രദ്ധിപ്പിക്കല്ല, ഈ പറയുന്നൊരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരിമാർക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് സംഭവിക്കുമ്പോഴേക്ക് അവരെ മനസ്സിലുണ്ടായിരുന്ന അതുവരെയുള്ള ഇബാദത്തും തഖ്വയും അള്ളാഹുവിനെ പേടിയും ചിലപ്പോൾ അവർ മാറ്റി നിർത്തി എന്തെങ്കിലുമൊക്കെ തൊള്ളകൊണ്ട് പറഞ്ഞേക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, വൈദാ സ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ലക്ഷണം എന്താണ്? വല്ല മുസീബത്തും സംഭവിക്കുമ്പോൾ അവർ പറയേണ്ടത് ഇന്നാ ലില്ലാഹ്,
നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്, റബ്ബിൻ്റേതാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതാണ്. എല്ലാം അള്ളാഹുവാണ്, അള്ളാഹുവാണ്, അള്ളാഹുവാണ്. ഉള്ളതെല്ലാം ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, ഉള്ളതിൻ്റെ ഉള്ളിലുണ്ടൊരു ഉള്ളതായ ഉള്ളത്. സഫലമാല മറ്റേ നേരത്തെ ഉസ്താദ് ഇവിടെ ഒരുപാട് പാടിയല്ലോ. അയ്യപ്പെട്ട സഫലമാലനെ സുജായി മൈദുലിയാർ പാടിയതാണിത്. വാസ്തവത്തിൽ അള്ളാഹുവാണ് ഇവിടെ ഉള്ളവൻ. ഈ കാണുന്ന വസ്തുക്കൾക്കൊന്നും യഥാർത്ഥത്തിലുള്ള വജൂദില്ല, ഹഖീഖത്തുൽ വജൂദ് അള്ളാഹുവിന് മാത്രമാകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മുഅ്മിനീങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞാലുള്ള ഗുണമെന്താ? ഉമ്മമാരെ, നിങ്ങൾ പ്രത്യേകം അടിവരയിട്ട് ഞാൻ പറയുന്നു, നിങ്ങളത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും നമ്മൾ മുല കുടിച്ചും കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത്, അല്ലെങ്കിൽ നമ്മൾ പൊന്നുപോലെ സ്നേഹിച്ച് വളർത്തിയ മകളെ പ്രസവത്തിൻ്റെ സമയത്ത് എന്തൊക്കെയോ പ്രയാസങ്ങൾ, ആ സമയത്ത് നമ്മൾ അതുവരെ നിസ്കരിച്ചതും നോമ്പ് നോറ്റതൊക്കെ ചിലപ്പം ബാത്തിലാക്കുന്ന സംസാരങ്ങൾ നാവിൽ നിന്ന് വന്നെങ്കിൽ നമ്മുടെ ഇബാദത്തുകളെല്ലാം വെറുതെയായി പോകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പം എന്ത് വേണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ ഈ കാലത്തിനെ കുറ്റം പറയാതെ 100 വാഴയും വീടപ്പോൾ വല്ലാത്തൊരു കാലം, ഹലാക്ക് കുടിച്ച കാലം, ഇടങ്ങേറിൻ്റെ കാലം, പണ്ടാരം കാലം എന്നൊന്നും പറയാതെ അള്ളാഹുവിൻ്റെ വിധിയാണ്, അള്ളാഹുവിൻ്റെ ആളുകളാണ് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ദിക്റങ്ങ് ചൊല്ലിയാൽ അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറയുന്ന, വഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ വല്ലാഹു സരീഉൽ ഹിസാബ്. അതിനൊരു ചെറിയ സംഭവം കൂടി പറയാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ഒരാളാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. അവരുടെ ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. പേര് നല്ല യോജിപ്പുണ്ടല്ലേ, അബൂ സലമ, ഉമ്മു സലമ. ഈ ഭാര്യയും ഭർത്ത, ഈ ദമ്പതിമാർ അന്ന് മദീനയിൽ എല്ലാവരാലും ഒരു പ്രശംസിക്കപ്പെടുന്ന ഭാര്യയും ഭർത്താവും ആയിരുന്നു. എല്ലാ പെണ്ണുങ്ങളും പറയും, ഉമ്മു സലമ ഭർത്താവിനോട് പെരുമാറും പോലെ പെരുമാറണം പെണ്ണുങ്ങൾ. ആണുങ്ങൾ പറയും, അബൂ സലമ ഭാര്യയോട് പെരുമാറും പോലെ പെരുമാറണം ആണുങ്ങൾ. അതായത് എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഒരു ദാമ്പത്യ ജീവിതം. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിക്കും വലിയ ഇഷ്ടപ്പെട്ട ആളാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. എല്ലാവരാലും ഒരു പ്രശംസിക്കപ്പെടുന്ന ഭാര്യയും ഭർത്താവും. അങ്ങനെ ചുരുക്കി പറയാം, അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് വഫാത്ത് അടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. കഥയൊക്കെ നീണ്ടതാണ്, അതൊന്നും ഞാൻ പറയണില്ല. കണ്ണൊക്കെ ചിമ്പിക്കൊടുത്തു, വായ കൂട്ടിക്കൊടുത്തു, അങ്ങനെ ചെല്ലേണ്ടതെല്ലാം ചൊല്ലി. അവസാനം അബൂ സലമ റളിയല്ലാഹു അൻഹു അങ്ങ് കണ്ണടച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ അതിനേക്കാളും ഖൈറായ ഒന്ന് അള്ളാഹു ദുനിയാവിൽ വെച്ച് കൊടുക്കുമെന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ നമ്മളെ വാഴ വീണുമ്പോൾ ഇന്നാ ലില്ലാഹി ചൊല്ലിയാൽ അടുത്ത കൊല്ലം അതിനേക്കാളും നല്ല വാഴ വെക്കാനും അത് കൊല വെട്ടാനും കൂടുതൽ വില കിട്ടാനും അള്ളാഹു തൗഫീഖ് ചെയ്യും. അപ്പോൾ ഉമ്മു സലമ ബീവി എന്ത് ചെയ്തു പറയാം, അബൂ സലമയുടെ വഫാത്തായപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് മരിച്ചു എന്ന് കേട്ടാൽ പറയണമല്ലോ. പക്ഷേ ഉമ്മു സലമാൻ്റെ ഉള്ളിൽ ഒരു സാധാരണഗതിയിലുള്ളൊരു സംശയം, റസൂലുള്ളാഹി പറഞ്ഞതാണ് എന്നുള്ള നിലക്ക് 100% അതിൽ വിശ്വാസം ഉണ്ടെങ്കിലും മനുഷ്യ സഹജമനുസരിച്ചുണ്ടാകുന്നൊരു സംശയമുണ്ടല്ലോ. അബൂ സലമ എൻ്റെ ഭർത്താവ്, മൂപ്പരാണ്ട് ഈ ലോകത്തുനിന്ന് എന്നേക്കുമായി യാത്ര പറഞ്ഞിട്ട് ഞാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഈ അബൂ സലമനേക്കാളും ഖൈറായ ഒരു പുതിയാപ്പള ഈ ലോകത്ത് എനിക്ക് കിട്ടണം എന്നല്ലേ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഹദീസിൻ്റെ ഉദ്ദേശം. അബൂ സലമനേക്കാൾ ഖൈറായ ഒരു ഭർത്താവ് ഈ ലോകത്ത് എനിക്കോ, ഈ ലോകത്ത് എനിക്ക് അബൂ സലമനേക്കാളും ഖൈറായ ഒരു പുതിയാപ്പള കിട്ടുകയോ എന്നൊരു സാധാരണഗതിയിലുണ്ടാകുന്നൊരു സംശയം.
എങ്കിലും ആട്ടെ റസൂലുള്ള പറഞ്ഞതല്ലേ, ദിക്റാണ്ടിയല്ലേ. അങ്ങനെ ഇദ്ദ കഴിഞ്ഞു. ഭർത്താവ് മരിച്ചാൽ 4 മാസം 10 ദിവസം ഭാര്യ ഇദ്ദയിരിക്കണമല്ലോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മു സലമ ബീവിനെ കല്യാണാലോചന വരുന്നു. അപ്പോഴേ കല്യാണാലോചന നടത്താൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അവിടെയൊക്കെ ഫിഖിയ മസലകൾ സാധാരണ പറയാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഭർത്താവ് മരിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ വേറെ പുതിയാപ്പിളാരൊക്കെ കണ്ടുവെക്കലും ബ്രോക്കർമാർ വന്നിട്ട് അന്വേഷണം നടത്തലൊക്കെ ഉണ്ട്. പാടില്ല. 4 മാസം 10 ദിവസം കഴിയാതെ ഒരു കല്യാണ ആലോചനയുടെ വിവരം ആ പെണ്ണിനോട് പറയാനേ പാടില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഉമ്മു സലമ ബീവിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ല ഞാനിപ്പോൾ വരുന്നത് മിൻ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ നിന്ന് വരികയാണ്. എന്താണ് ഞാൻ വരുന്നതിൻ്റെ ഉദ്ദേശം? നിങ്ങളോട് ആദ്യം അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പെണ്ണിനോട് സലാം പറയുമ്പോഴും അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയണം. പെണ്ണാണല്ലോ എന്ന് വിചാരിച്ച് അസ്സലാമു അലൈക്ക് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. റസൂലുള്ളാഹി തങ്ങളുടെ സലാം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു. പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹിൻ്റെ റസൂൽ എന്നെ പറഞ്ഞയച്ചത് എന്തിനാണെന്നറിയോ? അവിടെ നിങ്ങൾക്കൊരു ഭർത്താവിന് ആവശ്യമുണ്ടാകുമെന്നറിയാം. എന്നാൽ ഒരു പുരുഷനോടുള്ള ആഗ്രഹം ഒരു സ്ത്രീക്ക് ഉണ്ടാകുമല്ലോ. ആ നിലയ്ക്ക് നിങ്ങൾക്കൊരു ഭർത്താവിന് ആവശ്യമുണ്ടാകുമെന്ന അഭിപ്രായമുണ്ട്. ആയതുകൊണ്ട് അഷ്റഫുൽ മഖ്ലൂഖായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണോ? സമ്മതം ചോദിക്കണം. സയ്യിബായ പെണ്ണിന് ഒരു ഭർത്താവിനോട് നിക്കാഹ് ചെയ്യണമെങ്കിൽ നുത്കാലുള്ള സമ്മതം വേണം. ഞാനിന്നൊരാളെ പുതിയാപ്പിളുണ്ട്, എനിക്ക് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മുണ്ടാന്നാൽ പോരെ, എനിക്ക് ആ പുതിയാപ്പിള പറ്റും എന്ന് തൊള്ളുകൊണ്ട് തുറന്നാണ്ട് പറയണം. അപ്പോഴേ ആ നിക്കാഹ് നടത്താൻ പാടുള്ളൂ. അതൊക്കെ നമ്മൾ ഫിഖിയ മസലയിൽ കൂടെ പോകേണ്ടത്. അപ്പം ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇടിവെട്ടിയ മരം പോലെ സുബ്ഹാന ജല്ല ജലാലു, അള്ളാഹുവിൻ്റെ റസൂലിനെ പെങ്കട്ടാലോചിക്കേ, അന്തം വിട്ടുപോയി ഉമ്മു സലമ. പിന്നെ ഇപ്പോൾ സമ്മതം കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവായാൽ പിന്നെ ഞങ്ങൾക്കും സ്ഥാനം കൂടിയല്ല. യാ നിസാ അന്നബിയ്യേ ലസ്തുന്ന കാഹദിൻ മിനൻ നിസാഇ ഇത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമുള്ളവരാണെന്ന് മാത്രം ഞാൻ ചുരുക്കി പറയുന്നു. ഹബീബായ റസൂലുള്ളാഹിൻ്റെ ഭാര്യന്മാർ എന്ന് പറഞ്ഞാൽ അത് ഉന്നത മഖാമിലുള്ളവരാണ്. അല്ലാഹുവേ, ഞാൻ അബൂ സലമൻ്റെ ഭാര്യയായ സമയത്ത് എനിക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പട്ടികയിൽ പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖിൻ്റെ കല്യാണമാലോചന നടത്തുന്നു, കല്യാണം ആലോചിക്കുന്നു. ഞാനതെനിക്ക് 100% സമ്മതമാണ് എന്ന് പറഞ്ഞ ബ്രോക്കറെ തിരിച്ചയക്കുകയോ അള്ളാഹുവിൻ്റെ ഹബീബ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാനെ നിക്കാഹ് ചെയ്യുകയും ചെയ്തു. ഇപ്പം എന്ത് മനസ്സിലായി? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലിയാൽ അതിനേക്കാൾ ഖൈർ കിട്ടുന്നപ്പോൾ ബോധ്യായി. ആരാ ഇപ്പോൾ ഭർത്താവായി വന്നത്? ഫഖൻ നബിയ്യ ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത്ര ഭാഗത്തിന് ഞാൻ പറയാനുള്ളൂ. എനിക്ക് തോനെ പറയാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പിന്നെ സമയം അനുവദിക്കൂലല്ലോ. അപ്പോൾ എന്നമാതിരി ഞാൻ പറഞ്ഞു വരുന്ന എടുക്കാമെന്നറിയോ? എന്തെങ്കിലും മുസീബത്ത് വരുമ്പോഴേ നമ്മൾ പതറരുത്. അത് അള്ളാഹുവിൻ്റെ തഖ്ദീറാണ്, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾ കാലത്തിനെ കുറ്റം പറയുന്നത് അതാണ് വല്ലസുരി. നിങ്ങൾ കാലത്തിനെ തന്നെയാണ് സത്യം. കാലം നിങ്ങൾക്ക് കുറ്റം പറയാനുള്ളതല്ല, അത് ഞാനാണ് നിയന്ത്രിക്കുന്ന ആള്. പിന്നെ അടുത്തത് വല്ലസുരി. അസറിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോഴുള്ള സൂര്യത്തിലേക്കൊന്ന് നോക്കുക. നമ്മൾ ഇപ്പോൾ നോക്കിയിട്ട് കാര്യമല്ലോ കേട്ടോ, ഇപ്പോൾ സൂര്യനെ കാണൂല. അസറിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്നങ്ങനെ നോക്കുക, എവിടെയാണ് സൂര്യൻ നിൽക്കണത്? ഇതല്ലേ പടിഞ്ഞാറ്? ഇതാ ഇവിടെ അങ്ങനെ നോക്കുക.
ഏകദേശം ഇങ്ങനെ എൻ്റെ ഈ വിരലിൻ്റെ നേർക്കാണ് സൂര്യൻ നിൽക്കണല്ലേ. ഓഹോ ശരി. ഈ സൂര്യൻ ഇന്ന് രാവിലെ ഉദിച്ചല്ലേ കിഴക്ക് ഭാഗത്തുനിന്ന്. അപ്പോൾ കുറച്ച് ഉയരമുള്ളായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ഉയർന്ന് നേരെ മധ്യത്തിലെത്തി, ഇസ്തിവായിലെത്തി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ സവാല് മധ്യത്തിൽ നിന്ന് അല്പം തെറ്റി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അസറിൻ്റെ ബാങ്ക് കൊടുക്കാൻ ഏറെക്കുറെ അടുത്തു. അപ്പം നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുക, പഠിച്ച റബ്ബേ, ഈ സൂര്യൻ രാവിലെ ഉദിച്ചു പൊങ്ങിയതാണല്ലോ. അത് ഇതുവരെ സഞ്ചരിച്ചപ്പോഴെല്ലാം ഇവിടെ പകലായിരുന്നു. ഇനി അതിന് സഞ്ചരിക്കാനുള്ള സമയം വളരെ കുറവാണ്. അല്ലാഹുവേ, ഇനി വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് പോകുന്നത്. യുലിജുല്ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫില്ലൈലി വയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇതുവരെ വെളിച്ചമായിരുന്നു, ഇനി ഇരുട്ടിലേക്ക് പോവുകയാണ്. ഇനി നടക്കാനുള്ളത് വളരെ കുറവാണ്, നടന്നത് ഒരുപാട് കൂടുതലുമാണ്. അപ്പം ചിന്തിക്കാനാതാ, ഞാൻ ഈ ദുന്യാവിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10, 60, 65, 70 അല്ലെങ്കിൽ 35, 40 അല്ലെങ്കിൽ 25, 30 അല്ലാഹുവേ വർഷങ്ങളായല്ലോ. ആ സമയത്തെല്ലാം ഞാനിങ്ങനെ മേലോട്ട് ഉയരുകയായിരുന്നു. എൻ്റെ ആരോഗ്യം ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇപ്പതാ സൂര്യൻ ഏറെക്കുറെ അസമാനത്തിനോടടുത്തിരിക്കുകയാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരു അസറാകുന്ന സമയമുണ്ടല്ലോ നാദാ. എന്താണ് അസറാകുന്ന സമയം പ്രിയമുള്ളവരെ? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വത്തീനി വസ്സൈതൂനി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദി അലാ വത്തീനി വസ്സൈതൂനി വതൂരി ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യനെ നമ്മൾ ഒരുപാട് ഉയർത്തിയെങ്കിലും പിന്നെ മനുഷ്യന് വയസ്സാകുമ്പോൾ ഒന്നിനും പറ്റാത്ത തരം താന്നവനാക്കി മാറ്റുകയാണ്. ആ ഒരവസ്ഥയിൽ ഞാനാകുമോ റബ്ബേ? അല്ലാഹുവേ, എൻ്റെ ജീവിതം അസറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ജീവിച്ച അത്ര ഈ ദുന്യാവിൽ എനിക്ക് ജീവിക്കാൻ സാധ്യമാകൂലല്ല അല്ലാ. എൻ്റെ മരണം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഇർതഹലത്തിദ് ദുന്യാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറതു മുഖ്ബില വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുന്യാ. സദഖ റസൂലുള്ളാഹി. ഹബീബായ പുണ്യവചനം, ഇർതഹലത്തിദ് ദുന്യാ മുദ്ബിറ. ദുന്യാവങ്ങനെ അകന്നകന്ന് പിന്നിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ റജബിൽ നമ്മളിപ്പോഴല്ലേ, ഇപ്പം ഈ റജബിലും ഇതാ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ രാവിലെ നമുക്കിങ്ങനെ ജീവിച്ചിരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്തല്ലോ. അൽഹംദുലില്ലാഹ്. എന്താ നല്ല മാറ്റമുണ്ടോ? ഉണ്ട്. എന്താ മാറ്റം? കഴിഞ്ഞ റജബിൽ നമ്മൾ ഇതുപോലെ ഒരു സദസ്സിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലിങ്ങനെ ഇരുന്നിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ആഖിറത്തിൽ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ എന്ന് പറയുന്ന ആ ഖബറിലേക്ക് നമുക്ക് അടുക്കാനുള്ള സമയം എത്ര ബാക്കിയുണ്ടായിരുന്നുവോ ആ സമയത്തിൽ നിന്ന് ഇതാ ഈ റജബ് 2-ാം രാവ് നമ്മൾ ഈ സദസ്സിൽ ഒത്തുകൂടിയിരിക്കുമ്പോൾ, അള്ളാഹുവേ, കഴിഞ്ഞ റജബിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഖബറിലേക്ക് എത്താനുള്ള ദൂരത്തിൽ നിന്ന് 360 ദിവസം കുറഞ്ഞിരിക്കുന്നു നാദാ. ഞാൻ 360 ദിവസം കൊണ്ട് എൻ്റെ ഖബറിലേക്ക് അടുത്തിരിക്കുകയാണ്. അതാണ് ഹബീബ് പറഞ്ഞത്, ഇർതഹലത്തിദ് ദുന്യാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറതു മുഖ്ബില. ആഖിറ ഇങ്ങോട്ട് വരികയാണ്, ദുന്യാവങ്ങനെ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹബീബ് പറയുന്നു, വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ. രണ്ടിനും ഇവിടെ മനുഷ്യന്മാരുണ്ട്, മക്കളുണ്ട്. ദുനിയവിയാ സുഖത്തിന് വേണ്ടി മാത്രം ജീവിച്ച് അവസാനിപ്പിക്കുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാരുമുണ്ട്. അഷ്റഫുൽ
ഖൽഖ് പറയുന്ന ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിൻ്റെ മക്കളാവണം കേട്ടോ, ദുനിയാവിൻ്റെ മക്കളാവരുതേ. ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, പഠിച്ചോനെ അസറായില്ലേ, ഇനിയിപ്പോൾ വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ഈ അസറാവുകളുള്ള സമയങ്ങളിൽ എനിക്ക് 15 വയസ്സ് പൂർത്തിയായതിൻ്റെ ശേഷം മുതൽ എനിക്ക് അള്ളാഹു നിസ്കാരം ഖളാക്കി, നിർബദ്ധാക്കി, നോമ്പ് നിർബദ്ധാക്കി, ഹജ്ജ് സക്കാത്തൊക്കെ നിർബദ്ധാക്കി. ഈ അസറാകുന്ന സമയം വരെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വേണ്ടമാതിരി ചെയ്തിരുന്നു. നിസ്കാരം കൃത്യമായി ഖളാ ഇല്ലാതെ നിർവഹിച്ചിരുന്നു. നോമ്പ് ആവശ്യമില്ലാതെ ആരോഗ്യമുള്ള സമയത്ത് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ ഞാനത് നോറ്റ് ഖളാ വീട്ടിയിട്ടുണ്ടോ? എന്നാൽ നോമ്പിന് പിന്നെ ചെറിയൊരു അളവ് പറയാം. എന്താ, ഇവൻ അഥവാ ഇനി നോറ്റതുമില്ല ഖളാ വീട്ടിയതുമില്ല, ഓനങ്ങ് മരിച്ചു പോയാൽ ഒരു പക്ഷേ അവൻ്റെ മക്കൾ അനന്തരസ്വത്ത് ഓരി വെക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ബാപ്പാക്ക് എത്ര കൊല്ലത്തെ നോമ്പുണ്ട്, ആ നോമ്പിൻ്റെ എണ്ണം അനുസരിച്ച് ഓരോ മുദ്ദ് വിതരണം ചെയ്താൽ ചിലപ്പോൾ ബാപ്പാൻ്റെ നഷ്ടപ്പെട്ട നോമ്പിന് പരിഹാരമായേക്കാം. അതേ സമയത്ത് നിസ്കാരത്തിന് അങ്ങനെ ഒരു പരിഹാരവുമില്ല. മക്കൾ ചെയ്തിട്ടും കാര്യമില്ല, കുടുംബക്കാർ ചെയ്തിട്ടും കാര്യമില്ല. ബലപ്പെട്ട അഭിപ്രായം അതാണ്. അപ്പം നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യേണ്ടതായ ഒരു കാര്യമാകുന്നു. ആ നിസ്കാരത്തിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? സക്കാത്ത് കൃത്യം പോലെ കൊടുത്തിട്ടുണ്ടോ? ആർക്കൊക്കെ കുറേ വാരി കൊടുത്തുല്ലേ? ആ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നിയ്യത്തുണ്ടായിരുന്നോ? അതിന് മുസ്തഹിഖീങ്ങളാണ് എന്ന് ആലോചിച്ചിട്ട് മുസ്തഹിഖീങ്ങൾക്ക് തന്നെയാണോ വിതരണം ചെയ്തത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ വേണ്ട മാതിരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ അള്ളാഹുവേ ആഖിറത്തിലേക്ക് പോകാൻ അടുത്തതുപോലെ ഇരിക്കുന്നു, അസറായല്ല ജീവിതത്തിൻ്റെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു പറയുന്നു വൽ അസ്രി, അസറിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരു അസറാവുന്ന സമയമുണ്ട്. ഇനി ബാക്കിയുള്ള സമയം ഇപ്പം എത്രയേ ഉള്ളൂ? ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഇപ്പം ഒരു കൂലിപ്പണിക്കാരനാണ് നോക്കുക. അയാൾ രാവിലെ കൂലിപ്പണിക്ക് പോയെങ്കിൽ അന്ന് അയാൾ വീട്ടിൽ പുക പൊന്തുള്ളൂ. സ്റ്റോക്ക് ചെയ്ത പൈസ ഒന്നുമില്ല. പക്ഷെ അന്ന് രാവിലെ അയാൾക്ക് തോന്നിയാവും ഇന്നിപ്പോൾ ഞാൻ ജോലിക്ക് പോകണില്ല, ഇന്നൊരു മടി, ഒരു കസ്സിൽ ഇന്ന് അവിടെ നിൽക്കട്ടെ, ഇന്നിപ്പോൾ ഒന്നും ആവില്ല. മുമ്പിലല്ലോ കിടന്നുറങ്ങി. അസറായപ്പോൾ ഭാര്യ ഒരു സഞ്ചിയായിട്ട് വന്നു. അല്ല പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങളെന്താ അങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങണത്? നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും അരി വേണ്ടേ, ചൂടാക്കണ്ടേ, എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? ഓ ശരി, ഒന്നുമില്ലല്ലേ, ഞാൻ വന്നിട്ട് പണിക്ക് പോയതുമില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോഴത്തൊരു മുതലാളിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാനൊരു കുറച്ച് സമയം ജോലി ചെയ്യാം, നിങ്ങളും കുറച്ച് ഒരു 200 റുപ്യ ഉണ്ടെങ്കിലും കൂലി തരുമോ എന്ന് ചോദിച്ചാൽ ആ വീട്ടുകാരൻ പറയും, ഇപ്പം ഞാൻ എന്തോടോ ജോലിക്ക് ഇറങ്ങണം, നേരെ അസറാൻ കൊടുത്ത് എല്ലാവരും ജോലി കയറി നിർത്തി പണിക്ക് കുളിച്ച് തുണിപ്പായി മാറ്റണം, നേരായില്ല, ഇപ്പം ഞാൻ ജോലിക്ക് ഇറങ്ങുക, ഞാൻ നാളെ വാന്ന് പറയും. അപ്പം ഇവങ്ങനെ ആലോചിച്ചും നാദാ, ഈ അസറിൻ്റെ സമയം വരെ ഞാൻ ഓഫലത്തിലായത് കൊണ്ടല്ലേ ഈ തകരാറ് എനിക്ക് വന്നത്. ആയതുകൊണ്ട് നാദാ, ഞാൻ രാവിലെ തന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ തകരാറ്, ഈ സങ്കടം എനിക്ക് വരൂലായിരുന്നോ എന്നും കൂടി ആ അസറിൻ്റെ സമയത്ത് ചിന്തിക്കാൻ മനുഷ്യനിക്ക് പറ്റുന്നതാണ്. ആയതുകൊണ്ട് ജീവിതത്തിൻ്റെ തുടക്കം തന്നെ നോക്കണം. അതാണ് ഫലം യകുൻ ഫി ബദിഇ അംരിൻ ജാഹദാ ലം യൽഖ മിൻഹാ ദി ത്വരീഖതി ഖർദലാ. ആയതുകൊണ്ട് നമ്മൾ തുടക്കത്തിലേ നോക്കണം. വല്ലസുരി, മൂന്നാമത്തെ ഒറ്റ അർത്ഥം പറഞ്ഞ് എപ്പം നിർത്തും? എന്താ മൂന്നാമത്തെ ഒറ്റ അർത്ഥം എന്താ? വല്ലസുരി, അസർ നിസ്കാരത്തിനെയാണ് സത്യം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ ശ്രദ്ധ കുറഞ്ഞവരാ. അതെപ്പോഴെങ്കിലുമൊക്കെ മഗ്‌രിബിനോട് അടുപ്പിച്ചിട്ടൊക്കെയാണ് ചിലപ്പോൾ സഹോദരിമാർ നിസ്കരിക്കാറ്. അത് ചെയ്യരുത്. അസറയിൻ്റെ അവ്വലൊക്കത്തിന് നിസ്കരിക്കണം. അല്ല ഞാൻ ഫകാന്നമാ ഉത്തിറ അഹ്ലുഹു വ മാലുഹു എന്ന് ഹബീബ റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് വൽ അസ്രി എന്ന് പറഞ്ഞ ആ ആയത്തിൽ നിന്ന് അവസാനം പറയണ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ആ സൂറത്തിൻ്റെ അവസാനം ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്, പരസ്പരം നല്ലത് കൊണ്ട് വസിയ്യത്ത് ചെയ്യുക.
അവർക്ക് നാശമില്ല. അതേ സമയത്ത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, ഹക്കായ നല്ല കാര്യങ്ങളെ കൊണ്ട്, അതാണ് ഇവിടെ മിസ്ബാഹുൽ ഹുദ അല്ലേ, മിസ്ബാഹുൽ ഹുദ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. വസ്ത്രമില്ലാത്തവന് വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അയാൾ ശരിക്കും നിസ്കരിക്കട്ടെ. ഭക്ഷണമില്ലാത്തവന് വയറ് നിറച്ചിട്ടോ ഇനി വയറ് നിറച്ചിട്ടില്ലെങ്കിലും തൽക്കാലം വിശപ്പടങ്ങാനെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ. അയാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യട്ടെ. വല്ല രോഗികൾക്ക് മരുന്ന് വാങ്ങി കൊടുത്തിട്ട് അയാളൊന്ന് അൽഹംദുലില്ലാ എന്ന് ചെല്ലട്ടെ. അതിൻ്റെ കൂലി നാട്ടിൽ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ ഓൽക്കൊക്കെ പ്രയത്നം വേണ്ടിയിട്ട്. അതാണ് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ക്ഷമ. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാൻസർ പോലത്തെ രോഗങ്ങളാണെങ്കിൽ അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളിൽ ആർക്കെങ്കിലും പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു എളുപ്പത്തിൽ ശിഫ നൽകുമാറാവട്ടെ. ആ പോലത്തെ രോഗങ്ങളാണെങ്കിൽ എന്ത് മരുന്ന് കൊടുത്താലും മാറ്റുണ്ടാവില്ല, അങ്ങനെ കരഞ്ഞ് കൊണ്ടിരിക്കും. ആ സമയത്ത് വതവാസൗ ബിസ്സബ്ർ, സാരല്ല, അള്ളാഹുവിൻ്റെ വിധിയല്ലേ, നമ്മൾ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ സമാധാനപ്പെടുത്തുക. ഇതൊക്കെയാണ് നമ്മളെ ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ഒരു വിജയം ഇതിലേക്ക് ഈ 5 കൊല്ലക്കാലത്തിൻ്റെ ഇടയിൽ നൽകിയിട്ടുണ്ട്. ഇനിയും വരും കാലങ്ങളിൽ അള്ളാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഈ കൂട്ടായ്മയെ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറായ നിലക്ക് എത്തിക്കുമാറാവട്ടെ.